അപ്പോൾ ഇതാ ഈ റൂമിലാണ് ഞങ്ങൾ വളകാപ്പിൻ്റെ പരിപാടി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കട്ടിലൊക്കെ ആ ജനലിൻ്റെ അവിടേക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഈ ഓറഞ്ചും മഞ്ഞയും ചെണ്ടുമല്ലികളൊക്കെ ഞങ്ങൾ കിലോ കണക്കിന് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇവരതവിടെ കോർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേ ഈ ചിത്രം എങ്ങനെയുണ്ട്? ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ മോള് വരച്ചതാണ് കേട്ടോ. ഇതും അവിടെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടികൾ തുടങ്ങി. ആദ്യം കട്ടിലങ്ങനെ കുത്തനെ വെച്ചു. അതിനുശേഷം അതിലേക്കൊരു തുണി വിരിച്ചു കേട്ടോ. ആ തുണിയിലേക്കാണ് പിന്നെ നമ്മൾ വാഴയിലകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും മഫ്തപ്പിന്ന് വെച്ചിട്ടാണ് അതിൽ പിൻ ചെയ്തത് കേട്ടോ. അത്യാവശ്യം മെനക്കെട്ട പണിയാണെന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെ അതാ ഫൈനലി എല്ലാ വാഴയിലകളും വെക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നീടുള്ള പരിപാടി ആ കോർത്ത പൂക്കൾ വെക്കലായിരുന്നു. അതും കുറേ കൺഫ്യൂഷൻ വന്നു എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ആയിട്ട്. പിന്നെ ഈ പരിപാടിയിൽ ഏറ്റവും വലിയ ടാസ്ക് ഈ വളക്കാപ്പ് എന്ന് എഴുതലായിരുന്നു. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവരതൊക്കെ എങ്ങനെ എഴുതണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റേതായ രീതിയിൽ ഒപ്പിച്ച് വെച്ചതാണത്. അങ്ങനെ അത് ഉണക്കാൻ വെച്ചു. പിന്നീടുള്ള പൂക്കളതൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. ഞാൻ ഫൈനലി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. കുറേ സ്വീറ്റ്സ്, കളഭം, കുങ്കുമം, കുപ്പിവളകൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ആൻഡ് ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു.